ആ വെട്ടിയൊരുക്കിയ പൂച്ചെടികളുടെ ഇടയിൽ മനോഹരമായൊരു കൊച്ചു വീട്. കിളികളുടെ കലപില ശബ്ദവും അടുത്തുകൂടി ചിന്നിച്ചിതറി ഒഴുകുന്ന ചെറു നദിയുടെ കളകളാരവും ആരെയും ആകർഷിക്കും. ആ തൈമാവിന് താഴെ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ കാണുന്നില്ലേ? ഏതോ നഷ്ടബോധത്തിൻ്റെ നൊമ്പരം അവളുടെ കൺതടങ്ങളെ ഈറനണിയിച്ചിരിക്കുന്നു. മനസ്സിൽ തിങ്ങി വെങ്ങുന്ന ഏതോ ഒരു ദുഃഖം അവളുടെ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങുന്നു. എന്താണ് അവളുടെ വേദന? വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ ആ കവിതയുടെ സ്വതന്ത്ര ആവിഷ്കാരം ഞങ്ങൾ തുടങ്ങട്ടെ. മാമ്പഴം. രാരീരം രാരീരം രാരീരാരോ ആരോമലേ എൻ്റെ പൊന്നുമോനെ, നീ എൻ്റെ ജീവൻ്റെ ജീവനല്ലേ, നീ എൻ്റെ പൊന്നുണ്ണി തങ്കക്കൂടം. അമ്മ അവനെ താരാട്ടുപാടി ഉറക്കുകയാണ്. അവൻ ഉണ്ണിക്കുട്ടൻ. എത്ര നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ സൗഭാഗ്യമാണവൻ. നേർച്ച കാഴ്ചകൾ വെച്ച് തമ്പുരാൻ തന്ന പുണ്യനിധി. പല്ലില്ലാത്ത മോണ കാട്ടി അവൻ ചിരിച്ചപ്പോൾ, ആദ്യമായി കമിഴ്ന്നു വീണപ്പോൾ, അമ്മയെന്ന് വിളിച്ചപ്പോൾ, ഓ എന്തൊരാഘോഷമായിരുന്നു അവിടെ. നോക്ക്, കുഞ്ഞിക്കാൽ രണ്ടിലും കാൽ തളകൾ, കുഞ്ഞിക്കവിളിലോ പൊന്മുത്തങ്ങൾ, പൊന്നരിഞ്ഞാണവും പൊന്നേലസും പൊന്നിനു പൊട്ടുപോൽ ചാർത്തിയല്ലോ. വേഗം വളരന്റെ പൊന്നുമോനെ, വാനോളമെത്തുന്ന സ്വപ്നങ്ങളും. അവനെ കളിപ്പിക്കാൻ, അവൻ്റെ കുസൃതികൾ കണ്ട് രസിക്കാൻ ആ വീട്ടിൽ മത്സരമാണ്. അപ്പനും അമ്മയും വല്യച്ഛനും വല്യമ്മയും എല്ലാവർക്കും ഹൃദയാനന്ദം പകർന്ന് അവൻ വളരുന്നു. ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ 4ാം പിറന്നാളാണ്. അമ്പലത്തിൽ പോയി വന്ന് അവൻ തൊടിയിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാനിറങ്ങി. ബാലുവും ഗോപുവും അമ്മവും അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചങ്ങാതികൾ. പായസം വയ്ക്കാൻ അമ്മ അടുക്കളയിൽ ഒരുങ്ങുമ്പോൾ ഉണ്ണിക്കുട്ടൻ പുറത്ത് കൂട്ടുകാരോടൊപ്പം കളിയുടെ മേളം തീർക്കുകയാണ്. പൂപ്പറിക്കാൻ പോരുന്നോ പോരുന്നതി രാവിലെ, കാവെറുക്കാൻ പോരുന്നോ പോരുന്നതി രാവിലെ, ആരെ നിങ്ങൾക്കാവശ്യം ആവശ്യമതി രാവിലെ, ഉണ്ണിക്കുട്ടന് ആവശ്യം ആവശ്യമതി രാവിലെ. അയ്യോ, ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ കിട്ടിയേ. കളിയിൽ തോറ്റതിൻ്റെ ചമ്മലിൽ പിണങ്ങി മാറി അവൻ ആ തൈമാവിൻ്റെ ചോട്ടിൽ ചെന്നിരുന്നു. അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ആ കാഴ്ച കണ്ടത്. ഹായ്, തൈമാവ് പൂത്തിരിക്കുന്നു. തൈമാവിൻ്റെ ഒരു ചില്ലയിൽ കിങ്ങിണി തൂക്കിയതുപോലെ ഒരു പൂങ്കുല. പൂത്തല്ലോ പൂത്തല്ലോ തൈമാവ് പൂത്തല്ലോ, കൂട്ടര് നിങ്ങളും അണ്ണാർ കണ്ണനും ഏറെ കൊതിയോടെ ഓടിവായോ. പിണക്കം മറന്ന് കൂട്ടുകാർ ഒരുമിച്ച് തൈമാവിന് ചുറ്റും നൃത്തം വെച്ചു. ആഹ്ലാദത്തിന്റെ കൊടുമുടിയിൽ ഉണ്ണിക്കുട്ടനൊരു കുസൃതി തോന്നി. ആ പൂങ്കുല അടർത്തി അമ്മയുടെ അടുത്തേക്ക് അവൻ ഒറ്റ ഓട്ടം. അമ്മേ അമ്മേ, ദേ കണ്ടോ, നമ്മുടെ തൈമാവിൽ ആദ്യമായി ഉണ്ടായ പൂങ്കുല. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേ നീ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ, പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. എടാ നിന്നെ ഞാൻ, ആഹാ നീ അത് ഒടിച്ചു കളഞ്ഞല്ലേ, നിന്നെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല.
അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ഒരു വടിയെടുത്ത് അമ്മ അവനെ ചപ്രം ചിപ്രം തല്ലി. അമ്മ ഉണ്ണിക്കുട്ടനെ തല്ലല്ലേ തല്ലല്ലേ അമ്മ തല്ലല്ലേ തല്ലല്ലേ. അതൊന്നും കേൾക്കാതെ ദേഷ്യം തീരുവോളം അമ്മ അവനെ തല്ലി. മമ്പഴം പെരുക്കുവാ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപേഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. പൂങ്കുല മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് ഉണ്ണിക്കുട്ടനകത്തേക്കോടി. മാമ്പഴം പെരുക്കുവാ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപേഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഇല്ല, ഞാനിനി വരത്തില്ല, ഞാനിനി മിണ്ടത്തില്ല. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി. കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. തുടയിൽ തിണർത്ത് കിടന്ന പാടുകളെ ഉണ്ണിക്കുട്ടൻ വീണ്ടും നോക്കി. അറിയാതെ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് ഉണ്ണിക്കുട്ടൻ ഉറങ്ങി. അമ്മ പിറന്നാൾ പായസവുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. ഉണ്ണിക്കുട്ടാ, അത് കൊള്ളാം, നിലത്ത് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? കുസൃതി അല്ല, അതൊന്നും കയ്യിലില്ല, എഴുന്നേറ്റേ. ഉണ്ണിക്കുട്ടന് ഇഷ്ടമുള്ള പായസം, വാട കുട്ടാ. തല്ലല്ലേ അമ്മേ, തല്ലല്ലേ ഉണ്ണിക്കുട്ടനെ, തല്ലല്ലേ അമ്മേ, തല്ലല്ലേ തല്ലല്ലേ. ഉണ്ണിക്കുട്ടാ, എന്താ ഇത്? പിച്ചും പേയും പറയാതെ എഴുന്നേറ്റേ. ദേ, മോന് ഇഷ്ടമുള്ള പാൽപ്പായസം. അമ്മയെ വിളിക്കുന്നേ, കണ്ണു തുറന്നേ. ഇല്ല ഇല്ല ഉണ്ണിക്കുട്ടൻ പോവാ, എന്നെ പൂങ്കുല കളയത്തില്ല, തല്ലല്ലേ അമ്മേ, തല്ലല്ലേ. അമ്മ അവനെ തൊട്ടു നോക്കി. തീ പോലെ പൊള്ളുന്നു. അവ്യക്തമായി ഉണ്ണിക്കുട്ടൻ തല്ലരുതേ എന്ന് പറയുമ്പോൾ അമ്മ അവനെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നു. ശ്വാസം വലിക്കാൻ ബന്ധപ്പെട്ട് കണ്ണു തുറക്കാതെ കിടക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ തുടയിൽ അടികൊണ്ട പാടുകളിൽ നിന്നും രക്തമൊലിച്ചു വന്നിരുന്നു. ഡോക്ടറെ, എൻ്റെ മോൻ, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, എൻ്റെ പൊന്നു മോൻ, മോനെ മോനെ. അമ്മയുടെ നെഞ്ചു തകർന്ന വിളി കേൾക്കാൻ നിൽക്കാതെ മകനീ വീഴാൻ കാത്ത് നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. വെള്ള പുതപ്പിച്ച ചേതനേറ്റ ശരീരത്തിൽ പറ്റിച്ചേർന്ന് അമ്മ കരയുമ്പോൾ വാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസ ലീനനായവൻ വാണു. ഇന്ന് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവിടെ കിളികളുടെ നാദമില്ല, പൂങ്കാറ്റിൽ നൃത്തം വയ്ക്കാൻ പൂമ്പാറ്റകളില്ല. ആ തൈമാവിന് താഴെ കൂടിച്ചേർന്ന് കളിക്കാൻ ബാലുവും ഗോപുവും അമ്മുവും ഇല്ല. അവിടെ ഉണ്ണിക്കുട്ടനെ അടക്കം ചെയ്ത കുഴിമാടം മാത്രം. അവിടെ നോക്കി അലസമായി ഉണ്ണിക്കുട്ടൻ്റെ അമ്മ നിൽക്കുമ്പോൾ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീണു. അതെ, ആ തൈമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം ആ ശവക്കൂനയ്ക്ക് മുകളിലേക്ക് വീണു. ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം, വാസ്തവമറിയാതെ. അവരെ തഴുകി കടന്നുപോയ കാറ്റിൽ അവർ ഉണ്ണിക്കുട്ടൻ്റെ ആശ്ലേഷം അറിഞ്ഞപ്പോൾ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ. പ്രിയമുള്ളവരെ,
കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ പത്രത്താളുകളിൽ നിന്നും നാം അനുദിനം വായിക്കുമ്പോൾ, മാതാപിതാക്കന്മാരുടെ ദേഷ്യം തീർക്കാനുള്ള വസ്തുക്കളായി കുഞ്ഞുങ്ങൾ മാറുമ്പോൾ, അവർ നമ്മുടെ മനസ്സിൽ നീറ്റലാകുമ്പോൾ നാം ഓർക്കുക, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇനി ഒരു കുഞ്ഞും പീഡിപ്പിക്കപ്പെടരുതേ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഉണ്ണിക്കുട്ടനെ നിങ്ങളുടെ മനസ്സിൽ തന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.